രണ്ട് അമ്മച്ചിമാർ തമ്മിലുള്ള ഒരു ക്രാഷാണ്. മൂന്നാമതൊരു അമ്മച്ചി, ഇവിടെ ഒരു അമ്മച്ചി ലൈൻ മാറി വേറൊരു കുഞ്ഞാവ ലൈനിലേക്ക് പോകുന്നതുമാണ് നമ്മുടെ സബ്ജക്റ്റ്. ആക്ച്വലി ആ വിഷയം നമുക്ക് പിന്നെ പറയാം, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു സംശയം ഒരു ഇതാണ് സജിത ഷാജി വിഷയം. ഞാൻ എന്താ എടുക്കാതിരുന്നു, ഞാനൊരു വീഡിയോ മാത്രമേ ചെയ്തുള്ളൂ. ആ വീഡിയോയിൽ കൃത്യമായി ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളെ വെറുപ്പിക്കാതെ മാന്യം മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ ഒരു പ്രശ്നവുമില്ല. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുക. അല്ലാത്ത പക്ഷം ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അത് അവർക്ക് അസൂയ കൊണ്ട് പറയുന്നതല്ല, അവർക്ക് മനസ്സിലായി താൻ ദൂർത്തടിക്കുന്നു എന്ന് വളരെ കാര്യക്ഷമതയോട് പറഞ്ഞാണ്. അപ്പൊ ഇതേപോലെ വേറൊരാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുന്നൊന്നുമില്ല. സീതത്തോട് ദീപ്തിയെ പറ്റി പറഞ്ഞിരുന്നു. സീതത്തോട് ദീപ്തി ഒരു ഫേക്ക് ലൈനിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് കാര്യം പറഞ്ഞു. അവർക്ക് റീച്ച് കുറയുമ്പോൾ അവരുടെ സ്ഥിര പരിപാടിയാണ്, എന്തെങ്കിലും ഒരു വിഷയം എടുത്തിടും, ഭയങ്കര പ്രോബ്ലം ആയിട്ട് കാണിക്കും, അങ്ങനെയാണ് അവരുടെ ഒരു സ്ഥിര പരിപാടി. അപ്പൊ ഞാൻ അതൊന്നും പറയാതെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സീതത്തോട് ദീപ്തിയെ പോയി എല്ലാവരും കൂടെ വട്ടം പിടിച്ചു. അയ്യോ അവരെ ഞാൻ എന്തോ പറഞ്ഞതുപോലെയായി, ആനയായി ചേനയായി. പിന്നെ കുറെ യൂട്യൂബേഴ്സ് അല്ലാതെ പറഞ്ഞു അത് കറക്റ്റാണ്, അവർ പറഞ്ഞത് അത്രയല്ലേ ഉള്ളൂ, അവരെ ആക്രമിക്കാൻ നിൽക്കേണ്ടത്. അതേ ലൈനായിരുന്നു സജിത ഷാജിയുടെ കൂടെ. ഓടെ അങ്ങ് സജിത ഷാജി അങ്ങ് പൊക്കി കൊണ്ടുപോകാൻ പോയി. ഞാൻ ഒന്നും മിണ്ടാൻ പോവാതിരുന്നതിന്റെ റീസൺ അതാണ്. പിന്നെ ഗ്രൂപ്പിലിട്ട വോയിസ് പുറത്തു പോയത്, ഗ്രൂപ്പിൽ അത് ഇടുമ്പോൾ തന്നെ എൻ്റെ ഉദ്ദേശം അത് പുറത്തു പോകണമെന്നുള്ളത് തന്നെയായിരുന്നു. അത് പുറത്തു പോകേണ്ട ആവശ്യഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. എനിക്കറിയാലോ ഗ്രൂപ്പിൽ സ്പൈ ഉണ്ടെന്ന്. 100% അത് പുറത്തു പോകണം എന്നുള്ളത് എൻ്റെ ഡിമാൻഡ് തന്നെയായിരുന്നു. എനിവേ, ഈ വിഷയത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പം അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന വിഷയമല്ല എന്നും അതൊരു വമ്പൻ ചാകര കൊയ്ത്താണെന്നും അത് കൊയ്യേണ്ടവർ കൊയ്തോട്ടെ, എനിക്ക് അതിനകത്ത് സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറേ അധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ആ വിഷയം വെറും ചവറാണ്, എടുക്കാൻ പോകണ്ട, ആ ചവറ് പെണ്ണുപിള്ളയുടെ കാര്യം പറയാനായിട്ട് പോകണ്ട എന്നുള്ളത്. ഇപ്പം ഞാൻ ഇവരുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ എനിക്ക് ഇതിനോടൊപ്പം ചേർത്ത് വെച്ചു ഒരു അമ്മച്ചിയുടെ കാര്യം പറയാനുണ്ട്. ഏജ് ജസ്റ്റ് ഒരു നമ്പറാണ്. വയസ്സ് പറയുമ്പോൾ എന്തോ ഒരു മോശം പോലെ ഞാൻ മുമ്പ് ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോൾ എൻ്റെ കുട്ടികളെ ഒന്നും പരിചയപ്പെടുന്നതിന് മുമ്പ് പലരും ഞാൻ വളരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ട് കിളവി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരായ സ്ത്രീകളെ നോക്കി കിളവി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുക തന്നെ ചെയ്യുക. നമ്മുടെ പ്രായത്തിനേക്കാൾ ഉപരി ഇപ്പൊ ആന്റി എന്നൊക്കെ വിളിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ മീൻസ് ഒരു ഫീലിംഗ് ഉണ്ടാവും, ചേട്ടാ അത്രയും പ്രായമായോ, നമുക്ക് മുതുക്കിയായോ എന്ന്. അത് ഒരു ഉള്ളിലുള്ള ഭയമാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡ്രസ് കോഡുകൾ നമുക്ക് നിഷിദ്ധമാക്കപ്പെടും. അപ്പൊ എന്റെയൊക്കെ കാലത്തിലൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാവണി ഇടുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു 2 or 3 years ആണ്. അത് കഴിഞ്ഞുകൊണ്ട് വിവാഹം കഴിയും, പിന്നെ ധാവണിയൊന്നും ഇടാകത്തില്ല. ധാവണി എന്ന് പറയില്ലേ, പാവാടയും ബ്ലൗസും ധാവണിയും. പിന്നീട് സാരി തന്നെ പോകേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. അല്ല ചുരിദാർ തന്നെ ഇട്ടാൽ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ അതൊക്കെ മാറി ഏത് ഡ്രസ്സ് ആർക്ക് വേണമെങ്കിലും ധരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഒരു കിളവി വിളിയെ കൊണ്ട് നമ്മൾ ആദ്യം ഭയപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടൈമാണ്. കംഫർട്ടാണ് ഏറ്റവും പ്രധാനം, വസ്ത്രധാരണത്തിൽ കംഫർട്ടാണ് ഏറ്റവും പ്രധാനം നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നിയത് ചിലപ്പോൾ അവർക്കതൊരു കംഫർട്ട് ഡ്രസ്സ് ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നി. പക്ഷെ അടുത്ത വീഡിയോയിൽ അവരുടെ ഒരു റിമാർക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നോട്ട് അറ്റ് ആൾ. ഈ സാധനം വാങ്ങിക്കാൻ വന്ന അമ്മയുടെ വയസ്സ് പറയേണ്ട കാര്യം അവരെയും കൂടെ വെച്ച് നോക്കുമ്പം അവരുടെ പ്രായം എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. എനിക്ക് സത്യത്തിൽ ഈ സന്ധ്യാമ്മയുടെ ചില നേരത്തെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട ഭയങ്കര ദേഷ്യം വരാറാണ് പതിവ്. അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് ബൈപ്പാസ് തുടങ്ങുന്നിടമാണ്. ഇന്ന് രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് നടി ഭാവനയുമായിട്ട്. അങ്ങനെ പോകാൻ വന്നപ്പോൾ രാവിലെ അച്ചാറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ഇന്നതുപോലെ ഇന്ന് ഗൾഫിൽ പോകുന്ന ഈ അമ്മ വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, മോളെ ഒത്തിരി പ്രായമുള്ള ഒരു ആന്റി ആണെന്ന് തോന്നുന്നു, സംസാരം കേട്ടിട്ട് മോന് പോവാൻ. അപ്പൊ നമ്മള് വന്ന് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ കൊണ്ടുപോകാൻ അമ്മ ദുബായിലോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ 33 നമ്പറിൽ കമന്റ് ചെയ്യും. ഈ അമ്മയുടെ അറിയാവുന്നവരാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കുറ്റമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചുരിദാർ ഇട്ടുകൊണ്ട് നിന്നിട്ട് പുള്ളിക്കാരത്തി പറയണത് ഈ സ്വയം പൊങ്ങി കാറ്റഗറിയാണ്. അതങ്ങനെ വരും. അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കൊന്നും കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കാറ്റഗറിയാണ്. ഇവർ ഈ ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന എവിടെ ഉദ്ഘാടനത്തിന് പോവുകയാണ്. ശരി, നല്ല കാര്യം, നിങ്ങൾക്ക് ഉദ്ഘാടനമൊക്കെ കിട്ടുന്നുണ്ട്, അതും ഭാവനയ്ക്കൊപ്പം. പില്ലിരിക്കുന്നത് പോട്ടെ. പക്ഷെ ആ സ്ത്രീയുടെ പ്രായവും അവർ പ്രായം ചെന്നതാണെന്നും ഒക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ ആവശ്യകത എന്താ? താൻ ചെറുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത്. തള്ളയുടെ കുത്തിക്കഴപ്പാണ്, അല്ല വേറൊന്നും ആയിട്ടല്ല. ഇവരെയും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഏതാണ്ട് ഒരേ പ്രായം തന്നെയാണ്, ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അവർ വലിയൊരു അമ്മച്ചിയും താനൊരു കുഞ്ഞാവയാണെന്നുള്ളൊരു
ആക്ടിങ് ഇവർ പെർഫോം ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതെന്താണെന്ന് അറിയത്തില്ല. അതേപോലെ ജസ്നയുടെ കാര്യവും സജിതയുടെ കാര്യവും രണ്ടുപേരെയും കണ്ട പ്രായമൊന്നും തോന്നത്തില്ല. സജിതയെ കണ്ട വലിയ പ്രായമൊന്നും 5 കുട്ടികളുടെ അമ്മയാണെന്നൊന്നും തോന്നത്തൊന്നുമില്ല, ചെറുപ്പക്കാരിയാണ്. യാതനടെ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല. ഏതോ ഒരു ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും. ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ട് കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു. അപ്പോൾ ആശ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗൈസ് നിങ്ങളാണോ ആ ഷാജി പറഞ്ഞ ജസ്റ്റിനാന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഈ അമ്മച്ചിനെ അറിയാൻ പോലും ഇല്ല കേട്ടോ. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഷാജി എന്ന് പറഞ്ഞ അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല. അപ്പോൾ ഏതായാലും ഗൈസ്, ഷാജി അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല, എൻ്റേത് ഇങ്ങനെ അല്ല എന്നുള്ള നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്റ്റിനല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി, കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും നീ ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, നടന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും കൊണ്ട് വന്ന് തള്ളിക്കോളും. അവളെ നോക്കി മറ്റത് അമ്മച്ചി എന്ന് വിളിച്ചത് എന്തിനായിരിക്കും? ജസ്ന അമ്മച്ചി എന്ന് വിളിക്കാനും മാത്രം പ്രായം സജ്ജതയ്ക്കുണ്ടോ? തിരിച്ച് കലിപ്പിനാണെങ്കിലും നീയാണടി അമ്മച്ചി എന്ന് തിരിച്ചു വിളിക്കുമ്പോഴും ഒരു ഡൗട്ട്. ജസ്നയ്ക്ക് അമ്മച്ചി എന്ന് വിളിയേക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പ്രായമാണ് ഇവിടുത്തെ വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. നമുക്ക് അനിൽ മുഹമ്മദ് ഒരു ചിരിക്കാം. മൊത്തത്തിൽ 4-5 കോമഡി പീസുകൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി വിടുന്ന പ്രായമാണ് പ്രശ്നം. ആക്ച്വലി ഏജ് ജസ്റ്റ് ഒരു നമ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാം. പണ്ടത്തെ കാലത്ത് ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ ഏകദേശം ഡൗൺ ആയി ഒരുമാതിരി കോലം കെടും. അതെന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സമയവും സാവകാശവും കിട്ടാറില്ല. കൂട്ടുകുടുംബമായിരിക്കും, പല പ്രശ്നങ്ങളുണ്ടാവും. എത്തിച്ചാടി എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തിരി കെയർ ചെയ്തിരുന്നാൽ അതൊക്കെ ഓക്കെ ആയിരിക്കും. ഇന്ന് അതല്ല, എല്ലാവർക്കും അവരവരുടെ ബോഡി കെയർ ചെയ്യാനും സൗന്ദര്യം സംരക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ കിണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്തമാണ്. അതും ചിലർക്കൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സജിതയ്ക്ക് ഇതിനു മുമ്പ് കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സജിത ആദ്യം പറഞ്ഞ പെർഫോമൻസ്, ആദ്യം ഞാൻ പാവമാണ്, തീരെ പാവപ്പെട്ടതാണ്, മക്കൾക്ക് ചാപ്പാട് കൊടുക്കാൻ വഴിയില്ലാതെ ഓർഫനേജ് കൊണ്ടുവിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പാൻറ് വലിച്ചു കെട്ടി പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ നടുവിരൽ കാണിക്കുന്ന ഒരു ഷോ കാണിക്കുമ്പോഴാണ് ആളുകൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണത്. ഇതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് സന്ധ്യാമ്മ പോണേന്ന് തോന്നുന്നു. ഞാൻ ഈ സാധനം കണ്ടിട്ട് പറയുന്നതല്ല, അതിന്റെ താഴെ വന്ന കമന്റ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് അവരുടെ ഫേസ്ബുക്കിലുണ്ട്. ഈ സെയിം പിക്ചറിന്റെ താഴെ വന്ന കമന്റ് കണ്ടാൽ മനസ്സിലാവും. മനുഷ്യരെ എടുത്തങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമതി അപ്പോ എജാതി. പക്ഷെ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇനി ഒരു സാഹചര്യത്തിൽ ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ അവർ ചിലപ്പോൾ കമന്റ് പറയും, മകൾ ഇടേണ്ട വസ്ത്രമാണോ ഇട്ടിരിക്കണേന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ പ്രായപരിധിയല്ല നമ്മുടെ വസ്ത്രത്തിനെ നിശ്ചയിക്കുന്നത്. നമുക്ക് ഏത് വസ്ത്രവും ധരിക്കാം. പക്ഷെ അത് നമ്മൾ ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ നമ്മൾ മുൻപേനെയോ ആ രീതിയിലാണ്, ആ ടൈമിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിൽ നോ ഇഷ്യൂസ്, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അതേസമയം പെട്ടെന്ന് കുറച്ച് പൈസ വരുമ്പോൾ നമ്മൾ ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ആളുകൾ അതിനെതിരെ പറയുക സ്വാഭാവികമാണ്. എനിക്ക് വിയോജിപ്പാണ്. പക്ഷെ ഈ സന്ധ്യാമ്മയുടെ ഈ ഡ്രസ്സിനോട് എനിക്ക് തീർത്തും താല്പര്യമില്ല. കാരണം അത് അവർക്ക് ചേരുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ വേറൊരു യൂട്യൂബറുണ്ട്, അവരും അത്യാവശ്യം നല്ല പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ എന്തോ നമുക്കൊരു ശ്വാസം മുട്ട്. അതായത് അവരിങ്ങനെ ശരീരം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് തന്നെ മനസ്സിലാവും അവരൊരു കംഫർട്ട് അല്ല എന്നുള്ളത്. മറ്റുള്ളവരുടെ കണ്ണുകൾക്കും കംഫർട്ട്, നമുക്കും കംഫർട്ട്. അങ്ങനെ മൊത്തത്തിലൊരു കംഫർട്ട് ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള തേറികൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു 300ഓളം കമന്റ് ഉണ്ട്. കമന്റ് ഫുൾ ഞാൻ മേനക്കിട്ടിട്ട് നോക്കി, മൊത്തം തെറിയ, ഒരു രക്ഷയില്ലാത്ത തെറിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരുമാതിരത്തെ കോപ്രായങ്ങൾ കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് പറയും. അപ്പൊ ഇനിയിപ്പോൾ ചോദിക്കും, വല്ലവരുടെയും വസ്ത്രത്തിൽ ചേച്ചി എന്തിനാ പറയണേ, അല്ലെങ്കിൽ ഷെഫീനെ എന്തിനാ പറയണേ, ഷെഫീനെ മുതുക്കി എന്തിനാ പറയണേന്ന് ചോദിക്കും. ഞാനും ഇതൊക്കെ ഇടാറുണ്ട് അത്യാവശ്യം. മീൻസ് എനിക്ക് കംഫർട്ട് തോന്നുന്ന ഡ്രസ്സുകൾ ഇടാറുണ്ട്. എനിക്കും ഇതുപോലത്തെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കൊച്ചുകുട്ടിയാവാൻ നോക്കിയാണെന്ന്. അത് പക്ഷേ മെജോറിറ്റി പറയാറില്ല, വളരെ മൈനോറിറ്റി പീസുകളാണ് പറയാറുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അസൂയയാണ്. മെജോറിറ്റി അത് പറയുകയാണെങ്കിൽ അതിന്റെ പേര് അസൂയയല്ല. കാരണം അവര് കാണാൻ ആഗ്രഹിക്കുന്ന ടൈമിലുള്ള വസ്ത്രമല്ല നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ പറയും. മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം, ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് പുള്ളിക്കാരത്തി വന്നത് ഏതർത്ഥത്തിലാണ്? ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ ആ ടൈമിലാണോ? അല്ല, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയായിട്ടും ആ പയ്യന്റെ അമ്മയായിട്ടും സന്ധ്യാമ്മ എന്ന് പറഞ്ഞ അമ്മേ എന്നൊരു കൺസെപ്റ്റിലാണ് വന്നത്. ഈ അമ്മയായിട്ട് വന്ന പെണ്ണുമ്പുള്ള പിന്നെ കൊച്ചുകുട്ടിൻ്റെ ഉടുപ്പിട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ കമന്റ് അടിക്കത്തില്ലേ? അതാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനെ ക്രിറ്റിസിസം ചെയ്തത്.
അപ്പോൾ ഇനി അതും പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിലോട്ട് ഓടിക്കയറാൻ വരണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കേൾക്കാമല്ലോ എന്താണ് പറയാനുള്ളതെന്ന്. ശൈല മോളെ, അന്നെ ഞാൻ എടുക്കത്തില്ല കേട്ടോ, എനിക്ക് പേടിയാ. എൻ്റെ ചാനൽ പൂട്ടിച്ചാലോ, അതുകൊണ്ടാട്ടാ.